ഹായ് ഫ്രണ്ട്സ്, SEO പ്രോസസ്സിൻ്റെ ആദ്യത്തെ ഫേസായ റിസർച്ച് ആൻഡ് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുക, അതേപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് കീവേഡ്സിനെ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വെബ്സൈറ്റ് അനാലിസിസിനെ കുറിച്ചും കോമ്പറ്റീറ്റർ അനാലിസിസിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ടാർഗറ്റ് കീവേഡ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇങ്ങനെ റിസർച്ച് ആൻഡ് അനാലിസിസ് ഫേസ് കഴിയുന്നതോടുകൂടി നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച്, നമ്മുടെ വെബ്സൈറ്റിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പോരായ്മകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഏത് തരത്തിലുള്ള കീവേഡ്സ് ആണ് യൂസേഴ്സ് കൂടുതലായി സെർച്ച് ചെയ്യാൻ ചാൻസസ്, അതിനനുസരിച്ച് നമുക്ക് ഒരു കീവേഡ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കീവേഡ്സും അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഈ ഇൻഫർമേഷനും വെച്ച് നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി നമ്മുടെ വെബ്സൈറ്റിൽ SEO ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യും. ഈ SEO സ്ട്രാറ്റജിയുടെ ബേസിസിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള നമ്മുടെ SEO ഫാക്ടേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ SEO ഫാക്ടേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ സെക്കൻഡ് ഫേസിനെ പറയാം ഓൺ പേജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് എന്നാണ്. അപ്പോൾ നമുക്കിതിനെ ഓൺ പേജ് SEO എന്ന് കൂടി പറയാം. കാരണം നമ്മുടെ വെബ്സൈറ്റിലുള്ള ഓൺ പേജ് എലമെൻറ്റ്സിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഓൺ പേജ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ URL, നമ്മുടെ വെബ്സൈറ്റിൻ്റെ നമ്മുടെ വെബ് പേജസിനൊക്കെ ഒരു URL ഉണ്ടാവുമല്ലോ, അതൊരു ഓൺ പേജ് എലമെൻ്റ് ആണ്. അതേപോലെ നമ്മുടെ വെബ് പേജിന് ഒരു ടൈറ്റിൽ ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, ഹെഡിങ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ഓൺ പേജ് എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു പേജ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എലമെൻറ്റ്സിനൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് ഈ ഫേസിൽ ചെയ്യുന്നത്. ഇപ്പം URL ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു URLനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ടുള്ള URL നെയിം കൊടുക്കുക, അതാണ് അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇമേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇമേജ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ഒരു ഓൾട്ട് ടാഗ് കൊടുക്കുക. നമ്മുടെ ആ പേജിൽ എന്താണോ നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഏറ്റവും റെലവൻ്റായി തോന്നുന്ന ടൈറ്റിൽ നമ്മൾ ആ പേജിന് കൊടുക്കണം. അതാണ് ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഹെഡിങ് ഒപ്റ്റിമൈസേഷൻ, അങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ എലമെൻറ്റ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഇനി വരുന്ന പ്രാക്ടിക്കലി നമ്മൾ നെക്സ്റ്റ് വീഡിയോ സീരീസിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നമ്മൾ ഈ ഓൺ പേജ് എലമെൻറ്റ്സിനെ URL ആയാലും ടൈറ്റിലായാലും ഹെഡിങ്സ് ആയാലും ഇമേജസ് ആയാലും നമ്മൾ ഇതിനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഓൺ പേജ് എലമെൻറ്റ്സിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്കലി നമ്മുടെ വെബ്സൈറ്റിനുള്ള പോരായ്മകൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ടെക്നിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ലോഡിങ് ടൈം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഫാക്ടറാണ്. കാരണം നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അത് ഒരുപാട് ടൈം എടുത്താൽ ലോഡ് ചെയ്യുന്നെങ്കിൽ യൂസേഴ്സ് ആ വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് വേറൊരു വെബ്സൈറ്റിലേക്ക് പോകും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം എപ്പോഴും ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെയാണ് ബ്രോക്കൺ ലിങ്ക് ഇഷ്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ചില പേജസ് കാണാം, ഒന്നുകിൽ 404 എറർ കാണിക്കും, ചില പേജസ് എന്തെങ്കിലും ലോഡിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്രോക്കൺ ലിങ്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യുക. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ, ചില വെബ്സൈറ്റിൽ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കണ്ടന്റ് എന്താണോ അത് തന്നെ കോപ്പി ചെയ്ത് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരിക്കലും അത് നല്ലൊരു രീതിയല്ല. നമ്മളെപ്പോഴും നമ്മുടെ വെബ്സൈറ്റിന് ഒരു യുണീക്ക് കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് പേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പേജിൽ എന്താ കൊടുക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ യൂസസ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, അതേപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യസന്ധമായി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു യുണീക്ക് പേജായി എന്ന് മാത്രമല്ല നമുക്കതിലൊരു യുണീക്ക് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. ഇതൊക്കെയാണ് ടെക്നിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഓൺ പേജ് ഒപ്റ്റിമൈസേഷനിൽ അല്ലെങ്കിൽ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടന്റ് ഒപ്റ്റിമൈസേഷനാണ്. എപ്പോഴും നമ്മൾ യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേഷനൊന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ വളരെ സത്യസന്ധമായി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചോ നമ്മൾ വളരെ സത്യസന്ധമായി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റ് റൈറ്റ് ചെയ്യാം. ആ കണ്ടന്റിൽ നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റും അതേപോലെ ടെക്സ്റ്റുവൽ കണ്ടന്റും അതേപോലെ ഇമേജസും വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക.
നമ്മുടെ ടാർഗറ്റ് കീവേഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ കണ്ടന്റിൽ നമ്മുടെ ടാർഗറ്റ് കീവേഡ്സ് എന്താണോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈ ഓൺ പേജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ നമ്മൾ ഓൺ പേജ് എലമെൻറ്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. URLs, ടൈറ്റിൽ, ഹെഡിങ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓൺ പേജ് എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള എലമെൻറ്റ്സിനൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ടെക്നിക്കൽ ഫാക്ടേഴ്സിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലോഡിംഗ് ടൈം നമ്മൾ പറഞ്ഞു, അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ഇഷ്യൂ, ബ്രോക്കൺ ലിങ്ക് ഇഷ്യൂ, ഇങ്ങനെയുള്ളതൊക്കെ ടെക്നിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ടെക്നിക്കൽ ഫാക്ടേഴ്സൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നു. പിന്നെ കണ്ടൻറ് ഒപ്റ്റിമൈസേഷൻ, നമ്മൾ യുണീക്ക് ആയിട്ടുള്ള കണ്ടൻറ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജിൻ്റെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ ടോപ്പ് റാങ്കിൽ എത്തിക്കുക, അതിന് നമ്മൾ എന്തൊക്കെ SEO ഫാക്ടേഴ്സാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവുക. നമ്മളത് നല്ല രീതിയിൽ നമ്മുടെ ഓൺ പേജ് എലമെൻറ്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. ടെക്നിക്കലായ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. കണ്ടൻറ്റിന് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി വെബ്സൈറ്റ് നമുക്ക് ലഭിക്കും. SEOനെ കുറിച്ച്, അതായത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യാന്ന് അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മളൊരു വീഡിയോ സീരീസിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി നമ്മളൊരു വെബ്സൈറ്റിൽ നമ്മൾ ഓൺ പേജ് ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക, ഈ ഓൺ പേജ് എലമെൻറ്റ്സ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, കണ്ടൻറ്റ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, അതേപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായി പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഇസ് ജസ്ന റാസിക്. ബൈ.